നന്ദൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ഗാർലിക് ചിക്കൻ ആണ്. റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കഴിക്കുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റ് ലഭിക്കുന്ന രീതിയിലാണ് റെസിപ്പി തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുവാൻ പറ്റും. ഇനി നമുക്ക് എങ്ങനെയാണ് ഗാർലിക് ചിക്കൻ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനായി എല്ലോടുകൂടിയ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എല്ലില്ലാത്ത ചിക്കനും വേണമെങ്കിൽ എടുക്കാം. ചെറിയ പീസുകളാക്കി ചിക്കൻ മുറിച്ചെടുക്കുവാൻ ശ്രദ്ധിക്കുക. ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ മാത്രമേ ഈ ഡിഷ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ചിക്കൻ മാരിനേറ്റ് ചെയ്യുവാനുള്ള സാധനങ്ങൾ എടുത്തു വെക്കാം. 2 ടേബിൾ സ്പൂൺ മൈദ, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പ്. ഇത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് നന്നായി തേച്ച് പിടിപ്പിക്കുക. കുരുമുളക് പൊടിയും ഉപ്പും വെളുത്തുള്ളിയും എല്ലാം നന്നായി ചിക്കനിൽ പിടിക്കണം. എല്ലാം നന്നായി തേച്ച് പിടിപ്പിച്ച ശേഷം അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം ഒരു കടായിൽ 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്ത് എടുത്താൽ മതിയാകും. ചിക്കൻ മുഴുവൻ വേവ് വേണമെന്നില്ല, 1/4 ഭാഗം വേവ് മതിയാകും. മുഴുവൻ ചിക്കനും 2 തവണയായിട്ടാണ് ഫ്രൈ ചെയ്തത്. ഫ്രൈ ചെയ്ത ചിക്കൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. അതേ കടായിൽ തന്നെ ആവശ്യമുള്ള ഓയിൽ എടുത്തു വെച്ച ശേഷം ബാക്കി ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി ചെറുതായി മുറിച്ചത് ചേർത്ത് വഴറ്റുക. ഒരു 30 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കുകയാണ്. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതായിരിക്കും സവാളയേക്കാൾ നല്ലത്. 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായി മുറിച്ചെടുത്തതും ഇതിൽ ചേർക്കണം. കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർക്കുകയാണ്. എല്ലാം നന്നായി വഴറ്റിയെടുത്ത ശേഷം 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. ഒപ്പം 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ചേർക്കുക. ഇത് തിളച്ചു വരുമ്പോൾ 1/2 ലിറ്റർ വെള്ളം ഒഴിക്കുകയാണ്. കുറച്ചു ഗ്രേവിയോടുകൂടി വേണ്ടതിനാലാണ് 1/2 ലിറ്റർ വെള്ളം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. സോയാ സോസിൽ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. 1 സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര വേണ്ടാത്തവർ ചേർക്കണമെന്നില്ല. ഇനി ഇത് അടച്ചു വെച്ച് കുറച്ചു നേരം വേവിക്കുക. ഈ സമയം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് അതിൽ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക. ഇത് ഗ്രേവിക്ക് കട്ടി കൂട്ടുവാനാണ് ചേർക്കുന്നത്. മൂടി തുറന്ന ശേഷം ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം.
ചിക്കൻ ഗ്രേവിയിൽ യോജിപ്പിച്ച ശേഷം ഒന്നും കൂടി നമുക്കിത് മൂടി വെച്ച് പാചകം ചെയ്യാം. ചിക്കൻ വെന്ത് നല്ല പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ കോൺഫ്ലവർ ഇതിലൊഴിച്ചു കൊടുക്കുക. എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. അടുപ്പിൽ നിന്ന് വാങ്ങുന്നതിന് മുമ്പായി ചെറുതായി അരിഞ്ഞ മല്ലിയിലകൾ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി, പൊറോട്ട, ഫ്രൈഡ് റൈസ് തുടങ്ങി എന്തിൻ്റെ കൂടെയും കഴിക്കാവുന്ന ഈ ഗാർലിക് ചിക്കൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള നല്ല റെസിപ്പികൾ തുടർച്ചയായി ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.